അഖില കേരള വടംവലി മത്സരത്തിൽ ലഭിച്ച തുക കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ച് മാതൃകയാകുന്നു. മലയോരത്തെ കായിക പ്രേമികളും KSU മാലോത്ത് കസബ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരത്തിലൂടെ ലഭിച്ച തുകയാണ് കാരുണ്യത്തിന്റെ കാവലാകുന്നത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരാനായാണ് മലയോരത്തെ കായിക പ്രേമികളും KSU മാലോത്ത് കസബ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും സംയുക്തമായി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത്. ഇതിൽ മിച്ചം വന്ന തുക വിവിധങ്ങളായ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ച് സംഘാടകർ മാനവികതയുടെ മറ്റൊരു ഏട് തുറക്കുകയാണ്. വടംവലി മത്സരത്തിന്റെ നടത്തിപ്പിന്റെ മൊത്തം ചിലവിന് ശേഷം മിച്ചം വന്ന തുകയാണ് ഇപ്പോൾ അർഹതപ്പെട്ടവർക്ക് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി മാലോം പള്ളിക്കടവിൽ ഏറ്റവും അർഹതപ്പെട്ട കുടുംബത്തിന്റെ വാസയോഗ്യമല്ലാത്ത വീട് പുനർനിർമ്മാണം നടത്തി കൈമാറുകയും ചെയ്തു. മാലോം സെന്റ് ജോർജ് ഫറോന വികാരി റവറൻ ഫാദർ ജോസഫ് തൈക്കുന്നമ്പുറത്ത് ആശീർവാദ കർമ്മങ്ങൾ നിർവഹിച്ചു. ഉത്കണ്ഠമൂലമായ ശ്രദ്ധാരിക്കും മുഴുവൻ നിലപെടാൻ ആർക്കെങ്കിലും സാധിക്കും. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരുന്നതിന്റെ ആയുഷ്കാലം മുഴുവൻ കർത്താവിൽ ഞാൻ വസിക്കും. സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പ്രതീക്ഷ വാസ്തവമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പതിറുമായ പരിപാലനം ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തിൽ നിവാസികളെയും ആശീർവദിക്കണമേ. തന്നെ പ്രകാശമാകുന്നതിനെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരം നടക്കുകയിൽ നടുച്ചതുമിച്ചുക. ഈ ഭവനത്തിൽ പ്രകാശ ഒരു വലിയ ലക്ഷ്യം സാക്ഷാത്കരിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലൂടെ നമ്മൾ കടന്നു. ഇതിനോടകം 1 കോടി രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ KSU കൂട്ടായ്മയുടെ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നതാണെന്ന് ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടകയം പറഞ്ഞു. ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് കിട്ടിയ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട കുടുംബത്തിന്, ശ്രീ തോമസിന്റെ കുടുംബത്തിന് ഒരു കൊച്ചു വീട് വെച്ചു കൊടുക്കുവാൻ വേണ്ടി സാധിച്ചു. അപ്പം ജീവകാരുണ്യ പ്രവർത്തനമാണ് ലക്ഷ്യം വെച്ചിരുന്നത് വടംവലി ടൂർണമെന്റിൽ കൂടെ. അപ്പം ആ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ഈ കുഞ്ഞു വീട് വെച്ചു കൊടുത്തത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് 1 കോടി രൂപയിലധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മ ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അഖില കേരള വടംവലി മത്സരത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ ഗിരീഷ് വട്ടക്കാട്ട്, പഞ്ചായത്ത് അംഗം PC രഘുനാഥൻ, AD വിൻസെന്റ്, TK എവുജിൻ, ജോബി കാര്യാവിൽ, VC ആൻഡ്രൂസ്, സാനി V ജോസഫ്, CK വിനീത്, ബിബിൻ ഈഴക്കുന്നേൽ, വിൻസെന്റ് കുന്നോല, സോമേഷ്, സ്കറിയ കാഞ്ഞമല, PG വിനോദ് കുമാർ, മിജിൻ, സിറിൽ എളുക്കുന്നേൽ, അജയ് കുന്നത്ത്, ഷെബിൻ, വിഷ്ണു, ജോമോൻ തുടങ്ങിയവർ സംസാരിച്ചു. വടംവലി മത്സരത്തിൽ മിച്ചം വന്ന തുകയിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വിദ്യാർത്ഥിനിക്ക് പഠന സഹായത്തിനായി 1 ലക്ഷം രൂപ ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. രോഗികൾക്ക് ചികിത്സാ സഹായം അടക്കമുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.